മാധ്യമങ്ങളുടെയും തൽപര കക്ഷികളുടെയും താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സത്യം ബലി കഴിക്കപ്പെട്ട് നിരപരാധികളായ രക്തസാക്ഷികൾ രൂപപ്പെടുന്ന ഈ കാലത്ത് സഭാശത്രുക്കൾക്കും മഞ്ഞപ്പത്രങ്ങൾക്കും വീണ് കിട്ടിയ വാർത്തയായിരുന്നു തിരുവല്ല പാലിയേക്കര ബസേലിയൻ കോൺവെന്റിലെ അർഥിനിയായിരുന്ന ദിവ്യ പി ജോണിൻ്റെ മരണം. പ്രസ്തുത സഹോദരിയുടെ നിര്യാണത്തിൽ കുടുംബാംഗങ്ങൾക്ക് സത്യാന്വേഷി ആദരപൂർവം അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു. തിരുസഭയെ വേദനിപ്പിച്ച ഈ മരണത്തിൻ്റെ കാര്യകാരണങ്ങൾ എത്രയും വേഗം നിയമ സംവിധാനങ്ങൾ കണ്ടെത്തണം എന്നത് കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്ന് സത്യാന്വേഷിയും ആവശ്യപ്പെടുകയാണ്. പ്രസ്തുത മരണവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സന്യാസത്തിനും പൗരോഹിത്യത്തിനുമെതിരെ ഉയർന്നിരിക്കുന്ന അവാസ്തവവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളുണ്ട്. ക്രൈസ്തവ സന്യാസത്തിൻ്റെ ചൈതന്യം സൂക്ഷിക്കാത്തതിനാൽ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും സഭയുടെ നാശം കാണാൻ ആയുസ്സൊടുങ്ങും വരെ കാത്തിരിക്കാൻ തയ്യാറുള്ള സമാന മനസ്കരും ചേർന്ന് ഗൂഢാലോചന നടത്തിയ പുതിയ ആരോപണമാണ് മഠങ്ങളും മരണക്കിണറുകളും. സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ വ്യാജമായി പ്രതി ചേർക്കപ്പെട്ടവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ജഡ്ജി എഴുതിയ വിധിയുടെ അവസാന ഭാഗം ഇങ്ങനെയാണ്: കേസ് ഡയറിയിലുള്ള നഗ്നസത്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട പൊതുജനവും അവയോടൊപ്പം കൈകോർത്തു. മാധ്യമങ്ങളും പൊതുജനവും ചേർന്ന് ഇതിനകം പ്രഖ്യാപിച്ച വിധിക്കെതിരെ എന്തെങ്കിലും എഴുതാനോ സംസാരിക്കാനോ ധൈര്യപ്പെടുന്ന ജഡ്ജിയുടെ തലയ്ക്കു മുകളിൽ സൽപ്പേര് കളങ്കപ്പെടുമെന്ന ഭീഷണിയാകുന്ന ഡെമോക്ലിസിന്റെ വാൾ തൂങ്ങി നിൽക്കുകയാണ്. പാവം പൊതുജനം. രേഖകളിലുള്ളത് എന്താണെന്ന് അവർക്കറിയില്ല. നിരന്തരമായ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായ അവർ തങ്ങളെ ഇത്രനാളും വിശ്വസിപ്പിച്ചിരുന്നതുമായി യോജിക്കാത്ത ഒരു കോടതി വിധി അംഗീകരിക്കാൻ പോലും തയ്യാറായേക്കില്ല. കേസ് രേഖകളിൽ നിന്ന് വെളിപ്പെടുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് മുമ്പോട്ട് പോകാനാവൂ. എന്നാൽ പൊതുജനം ഇപ്പോഴും മരീചികകൾക്ക് പിന്നാലെയാണ്. സത്യം വളരെ അകലെയാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. നിരന്തരമായ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായ അവർ തങ്ങളെ ഇത്രനാളും വിശ്വസിപ്പിച്ചിരുന്നതുമായി യോജിക്കാത്ത ഒരു കോടതി വിധി അംഗീകരിക്കാൻ പോലും തയ്യാറായേക്കില്ല. പൊതുജനം ഇപ്പോഴും മരീചികകൾക്ക് പിന്നാലെയാണ്. ഇന്ന് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് സത്യമറിയാൻ താല്പര്യമുള്ളവരെയല്ല, മറിച്ച് തങ്ങളുടെ വികാരങ്ങളെ ശമിപ്പിക്കാൻ എന്ത് കിട്ടിയാലും ആർത്തിയോടെ കാണാനും കേൾക്കാനും തയ്യാറായിരിക്കുന്ന അപക്വ ജീവിതങ്ങളെയാണ്. മസാല കലർത്തി പറയുന്നത് എന്തിനും മാർക്കറ്റുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്ന പഴയകാല മഞ്ഞപ്പത്രങ്ങളുടെ ജനുസിലാണ് ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം പിറവിയെടുത്തിരിക്കുന്നത്. ജനത്തിൻ്റെ ഈ ബലഹീനതയെ പണമാക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണ് ഏതു വാർത്തയിലും അല്പം ഇക്കിളി കലർത്താൻ മാധ്യമങ്ങൾ തിരക്കുകൂട്ടുന്നത്. സാധാരണ മരണത്തെ ആത്മഹത്യയും, ആത്മഹത്യയെ കൊലപാതകവും, കൊലപാതകത്തെ കാണാതാകലും ഒക്കെ ആക്കി മാറ്റാൻ ഇന്നത്തെ മാധ്യമങ്ങൾക്ക് സാധിക്കും. മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട പൊതുസമൂഹം ഇവരെല്ലാം എഴുതി പിടിപ്പിക്കുന്നത് വിശ്വസിച്ച് കുഴലൂത്തുകാരന് പിന്നാലെ പോയ എലികളെപ്പോലെ വ്യാജ വാർത്തകളെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവ്യയുടെ ചേതനയറ്റ ശരീരം അടക്കം ചെയ്യപ്പെടുന്നതിനും മുൻപേ 1987 മുതൽ മഠങ്ങളിൽ മരണപ്പെട്ടവരുടെ നീണ്ട ലിസ്റ്റുമായി കാബാലികർ രംഗത്തിറങ്ങി. എന്ത് കാരണങ്ങളാലുമാകട്ടെ മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ മൃതശരീരം അടക്കം ചെയ്യപ്പെടുന്നതിന് മുൻപേ സഭയ്ക്കെതിരെയുള്ള പ്രതികാര ബുദ്ധി പ്രകടിപ്പിച്ചുകൊണ്ട് അഴിച്ചുവിട്ട അശ്ലീലം നിറഞ്ഞ ആക്രമണങ്ങൾ കൊണ്ട് ആരെന്തു നേടി? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുൻപേ, പോലീസ് അന്വേഷണം ആരംഭിക്കുക പോലും ചെയ്യുന്നതിന് മുൻപേ ദിവ്യയുടെ മരണം കൊലപാതകമാണെന്ന് എഴുതി പിടിപ്പിച്ചവരുടെ മനോനില തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. 15 മരണങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ ശേഷം അവയെല്ലാം തന്നെ ദുരൂഹ മരണങ്ങളായിരുന്നുവെന്നും അവയുടെ അന്വേഷണങ്ങൾ സഭയുടെ സ്വാധീനത്താൽ വഴിമാറ്റി വിടപ്പെട്ടു എന്നുമുള്ള ധ്വനി ഉയർത്തിയ ആ എഴുത്തുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പാറിപ്പറന്നു നടന്നു. നിഷ്കളങ്ക ഹൃദയരുടെ മനസ്സിൽ പോലും സംശയത്തിന്റെ കനലുകൾ കോരിയിടാൻ കഴിയും വിധം
കുടില ബുദ്ധി കൊണ്ട് രൂപപ്പെടുത്തിയതായിരുന്നു അത്. എന്നാൽ എല്ലാ മരണങ്ങളും നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടവയാണ് എന്നും യാതൊരു നിഗൂഢതകളും അവശേഷിപ്പിക്കാതെ തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടവയാണെന്നും പറയാൻ ആരെയും കണ്ടില്ല. മരണത്തിന് കാരണങ്ങൾ പലതുണ്ട്. പ്രായമായും രോഗം വന്നും അപകടം വന്നും ആരും മരിക്കാം. ആത്മഹത്യയും കൊലപാതകവുമാവാം. 30 ദശകങ്ങൾക്കുള്ളിൽ മരണപ്പെട്ട കന്യാസ്ത്രീകളുടെ മരണങ്ങളെല്ലാം കൊലപാതകം മാത്രമാണെന്ന് ധ്വനിയുണർത്തി സംസാരിക്കുന്നവരും അതിനെ പ്രചരിപ്പിക്കുന്നവരും സത്യത്തിന് ചെയ്യുന്ന ശുശ്രൂഷയല്ല അത്, മറിച്ച് കേവലമായ വിദ്വേഷ പ്രചരണവും പകപോക്കലും മാത്രമാണ്. കന്യാസ്ത്രീകൾ മാത്രമല്ല ഇപ്രകാരം മരണപ്പെടുന്നത് എന്നും ഓർക്കേണ്ടതുണ്ട്. വൈദികർക്കിടയിലും ഇത്തരം മരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും താല്പര്യമില്ലാത്തതിനാൽ ആ ദേശത്തിനപ്പുറത്തേക്ക് വാർത്തകൾ എത്തിച്ചേരാറില്ല എന്ന് മാത്രം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ വൈദികരുടെ 5 മരണങ്ങളെങ്കിലും കുറഞ്ഞത് ചൂണ്ടിക്കാണിക്കുവാൻ സത്യാന്വേഷിക്ക് സാധിക്കും. ഏതൊരു മരണത്തെയും സമചിത്തതയോടെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. അസ്വാഭാവികതകൾ ഉള്ളിടത്ത് നിയമ സംവിധാനങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം. ദിവ്യയുടെ മരണത്തിൽ പോലീസിന്റെ അന്വേഷണത്തോട് പരിപൂർണ സഹകരണം പ്രഖ്യാപിച്ചിരിക്കുന്ന ബസേലിയൻ സന്യാസ സമൂഹത്തെ സത്യാന്വേഷി ഇത്തരുണത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ബൈബിളിന് വിരുദ്ധമാണ് ക്രൈസ്തവ സന്യാസമെന്നും അതിനാൽ അത് നിർത്തലാക്കണമെന്നും വാദിക്കുന്നവരുണ്ട്. അവരൊന്നും കത്തോലിക്കരാവാൻ തരമില്ല. കാരണം കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ഈശോയും ഈശോയുടെ അപ്പസ്തോലന്മാരും പഠിപ്പിച്ചതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിനാൽ തന്നെ അപ്പസ്തോലിക കാലഘട്ടം മുതൽ സഭയിലൂടെ കൈമാറുന്ന പാരമ്പര്യവും ബൈബിളിലെ ലിഖിത വചനവും ഒന്നു ചേരുന്നതാണ് കത്തോലിക്ക സഭയ്ക്ക് ദൈവവചനം. അതിനാൽ തന്നെ സഭയുടെ ആദിമ പാരമ്പര്യങ്ങളിൽ സന്യാസം ഉത്ഭവിക്കുന്നത് ഈശോയുടെ സുവിശേഷ ഉപദേശങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും കൊറിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിലുമൊക്കെ ഈ റഫറൻസ് നമുക്ക് കാണാവുന്നതാണ്. കന്യകകളുടെയും വിധവകളുടെയും സമൂഹങ്ങൾ ആദിമസഭയിൽ ഉണ്ടായിരുന്നതായി സഭാപിതാവായ തെർത്തുല്യൻ പറയുന്നുണ്ട്. സിറിയയിലെ ക്രൈസ്തവ സമൂഹത്തിൽ 3-ാം നൂറ്റാണ്ടിൽ ആരാധനാനുഷ്ഠാന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ബ്രഹ്മചാരികളായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സമൂഹങ്ങൾ ഉണ്ടായിരുന്നുവെന്നത് ചരിത്രമാണ്. ഉടമ്പടിയുടെ പുത്രന്മാർ, ഉടമ്പടിയുടെ പുത്രിമാർ എന്നൊക്കെയാണ് അവർ അറിയപ്പെട്ടിരുന്നത്. 3-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ പൂർണ്ണത ലക്ഷ്യമാക്കി വളരെ പേർ ഏകാന്ത ജീവിതം തിരഞ്ഞെടുത്തിരുന്നു. ചിലർ കുറച്ചു കാലത്തേക്കും, ചിലർ ജീവിതകാലം മുഴുവനും ഏകാന്തതയിൽ കഴിഞ്ഞു. ഏകാന്ത ജീവിതം നയിച്ചവർ സന്യാസികൾ അല്ലെങ്കിൽ താപസർ എന്ന് അറിയപ്പെട്ടു. ലോകത്തിൽ നിന്ന് പിൻവലിഞ്ഞവർ എന്ന അർത്ഥത്തിൽ ആങ്കോറൈറ്റ്സ് എന്നും മരുഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് ഹെർമിറ്റ്സ് എന്നും അവർ വിളിക്കപ്പെട്ടു. ക്രൈസ്തവ വിശ്വാസം നാട്ടിൻപുറങ്ങളിലേക്ക് വ്യാപിക്കും മുൻപ് സന്യാസികളും സന്യാസാശ്രമങ്ങളും മരുഭൂമികളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സഭ എന്തിനാണ് കന്യാസ്ത്രീകളെ സൂക്ഷിച്ചിരിക്കുന്നത്, സഭയ്ക്കെന്തിനാണ് ഈ അടിമകളെ എന്നൊക്കെയുള്ള തരം താണതും അശ്ലീലം നിറഞ്ഞതുമായ ചോദ്യങ്ങളെയും സത്യാന്വേഷിക്ക് അഭിസംബോധന ചെയ്യാതിരിക്കാനാവില്ല. സഭയുടെ വിമർശകർ സഭയിൽ സഭയുടെ അവിഭാജ്യ ഘടകങ്ങളായ ആത്മായരെ ഉൾപ്പെടുത്താറില്ല. അവരുടെ വിമർശന ശരങ്ങളിൽ സഭ എന്നാൽ വൈദിക സമൂഹമാണ് ഉന്നം വയ്ക്കപ്പെടുന്നത്. ആ ഒരർത്ഥത്തിലാണെങ്കിൽ പോലും സ്ത്രീകളുടെ സന്യാസ സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നത് സഭയുടെ വൈദിക നേതൃത്വമാണ് എന്ന് പറയുന്നത് ചരിത്രപരമായ വിഡ്ഢിത്തമാണ്. വിശുദ്ധരും ആദർശനിഷ്ഠരുമായ വൈദികരുടെയും മെത്രാന്മാരുടെയും താല്പര്യത്തിലും സന്യാസ സമൂഹങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും മിക്ക സന്യാസിനി സമൂഹങ്ങളുടെയും ഉത്ഭവം വിശ്വാസികളും വിശുദ്ധരുമായ സ്ത്രീകൾ തന്നെയാണ്. അവരുടെ തനിച്ചോ സമൂഹമായോ ഉള്ള ജീവിത രീതിക്ക് അംഗീകാരം നൽകുക മാത്രമാണ് സഭാ നേതൃത്വം ചെയ്തിട്ടുള്ളത്. സുവിശേഷ പുണ്യങ്ങളെ ആധാരമാക്കി ജീവിക്കുവാൻ ഏകാന്ത ജീവിതം തിരഞ്ഞെടുത്തവർ തന്നെയാണ് പിന്നീട് സമൂഹ ജീവിത ശൈലിക്കും തുടക്കം കുറിക്കുന്നത്. സന്യാസത്തിനൊരു വ്യവസ്ഥാപിത രൂപമുണ്ടായി. അച്ചടക്കത്തോടും സുസ്ഥിരതയോടും കൂടെ
അംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും മതപരവും സാമൂഹികവുമായ ആവശ്യങ്ങൾ ക്രമപ്പെടുത്തി സന്യാസ ജീവിതം വളർന്നു വന്നപ്പോൾ അത് സഭയ്ക്കും സംസ്കാരത്തിനും മഹത്തായ സംഭാവന നൽകാൻ ശക്തിയുള്ളതായി തീർന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുരുഷന്മാരായ വൈദികരുടെയോ മെത്രാന്മാരുടെയോ സ്വാധീനമുണ്ടാകാമെങ്കിലും സ്ത്രീ സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപനം എല്ലായ്പ്പോഴും ഒരു കൂട്ടം സ്ത്രീകളുടെ ഉത്തമവും തീക്ഷ്ണവുമായ ആഗ്രഹത്താലും പരിശ്രമത്താലും മാത്രമാണ് സാധ്യമാവുക. അവിടെ യാതൊരുവിധ നിർബന്ധങ്ങളുമില്ല. സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അടിമകളാക്കപ്പെട്ടവരാണ് സഭയിലെ സന്യാസിനികൾ എന്ന വാദം സഭാപരവും ചരിത്രപരവുമായ അറിവില്ലായ്മയും സ്ത്രീ സന്യാസികളുടെ അഭിമാന ബോധത്തിന് ഏൽപ്പിക്കുന്ന ക്ഷതവുമാണ്. വിശ്വാസികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഇടയിലുള്ള മറ്റൊരു ചിന്ത എല്ലാ സ്ത്രീ സന്യാസ സമൂഹങ്ങളുടെയും മേൽ വൈദികർക്കും മെത്രാനും അധികാരമുണ്ട് എന്നാണ്. വലിയൊരു തെറ്റിദ്ധാരണയാണത്. ദൈവജനത്തിൻ്റെ മേൽ പൊതുവായുള്ള ആത്മീയ അധികാരം മാത്രമേ തൻ്റെ ഇടവകാതിർത്തിയിലുള്ള സ്ത്രീ സന്യസ്തർക്കുമേലും ഇടവക വികാരിക്കുള്ളൂ. ഇടവകയിലെ പ്രസ്തുത സന്യാസ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരി എന്ന് പറയുന്നത് ആ മഠത്തിലെ മദർ സുപ്പീരിയർ തന്നെയാണ്. അവിടെ യാതൊരുവിധ അധികാരവും സ്ഥാപിക്കാൻ ഇടവക വികാരിയെ സഭാ നിയമം അനുവദിക്കുന്നില്ല. സന്യാസ സമൂഹങ്ങളുടെ പ്രൊവിൻസ് തലങ്ങളിലും അതാത് സന്യാസ സമൂഹങ്ങളിലെ സന്യാസിനികൾ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ആളാണ് അവരുടെ അധികാരിയായി വരിക നിശ്ചിത കാലഘട്ടത്തേക്ക്. രൂപതാമെത്രാന് ഈ തെരഞ്ഞെടുപ്പിലോ അവരുടെ അനുദിന കാര്യങ്ങളിലോ ഭരണനിർവഹണത്തിലോ ഇടപെടുക അസാധ്യമാണ്. അതേസമയം സഭയുടെ ആത്മീയ അച്ചടക്കം നിലനിർത്തുന്നതിന് കാനൻ നിയമം വ്യവസ്ഥ ചെയ്യുന്ന അധികാരങ്ങൾ മെത്രാൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട് താനും. അതൊന്നും പക്ഷേ ഒരു രീതിയിലും സന്യാസിനി ഭവനങ്ങളുടെ തീരുമാനങ്ങളെയും ഭരണക്രമത്തെയും സ്വാധീനിക്കുന്നവ അല്ലതാനും. പ്രൊവിൻസ് തലവും വിട്ട് സന്യാസിനി സമൂഹത്തെ മുഴുവനായി പരിഗണിക്കുമ്പോഴും അവരുടെ പരമാധികാരിയായി വരുന്നത് അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന അവരുടെ തന്നെ അംഗങ്ങളിൽ ഒരാളാണ്. ഇവിടെയൊന്നും യാതൊരുവിധ ബാഹ്യ ഇടപെടലുകളും സഭാ നിയമം അനുവദിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അത്തരം ഇടപെടലുകൾ അസാധ്യവുമാണ്. ഇത്തരം സ്ത്രീ സന്യാസ സമൂഹങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണം അവരുടെ കൈകളിൽ തന്നെയാണ്. തങ്ങളുടെ സമൂഹത്തിലേക്ക് പുതിയ അംഗങ്ങളെ എടുക്കുന്നതും അവർക്ക് പരിശീലനം നൽകുന്നതും അവർക്കെതിരായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നതുമെല്ലാം സന്യാസിനികൾ മാത്രം. ഈ സന്യാസിനികൾ മാത്രം അടങ്ങുന്ന നിയമപരമായ അവരുടെ സമിതികളുണ്ട്. ഒരു സന്യാസിനിയായ സിസ്റ്റർ ആൻസി പോൾ SH ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഏതൊരു സന്യാസ സമൂഹവും, അവർ പൗരസ്ത്യമോ പാശ്ചാത്യമോ ആകട്ടെ, അവരവരുടെ സഭാ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് നിയമാവലി, കർമാനുഷ്ഠാന വിധികൾ, ജനറൽ പ്രൊവിൻഷ്യൽ സിനാക്സിസ് ഇവയുടെ തീരുമാനപ്രകാരമാണ് സമൂഹത്തിൻ്റെ ഭരണം നിർവഹിക്കുക. പൗരസ്ത്യ സഭകൾക്കുള്ള കാനന നിയമം 410 സഭയുടെ അധികാരത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. കേരളത്തിലെ മേജർ കോൺഗ്രിഗേഷൻ എല്ലാം പൊന്തിഫിക്കൽ പദവിയുള്ള സന്യാസ സമൂഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഭരണ സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട്. തിരുസഭയിലാണ് സേവനം ചെയ്യുന്നത് എന്നതുകൊണ്ട് ന്യായമായും തിരുസഭ അധികാരികളുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമാണ് ഓരോ സന്യാസ സമൂഹവും തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിച്ചു വരുന്നത്. അതിൽ തർക്കമില്ല. എന്നാൽ സന്യാസ സമൂഹത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിലോ നിയമങ്ങളിലോ സമൂഹത്തിനുള്ളിലെ നിയമ സംവിധാനത്തിലോ തിരുസഭയിലെ അധികാരികൾക്ക് ഒരു മെത്രാനോ വൈദികനോ ഇടപെടാൻ അവകാശമില്ല. അതിന് കഴിയുകയുമില്ല. ന്യായമായും ഒരു പുതിയ സംവിധാനമോ സ്ഥാപനമോ ആരംഭിക്കുന്നതിന് മറ്റും ബന്ധപ്പെട്ട അധികാരികളുടെ അനുവാദം വേണം. അംഗങ്ങളുടെ നിയമനങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടി വന്നാൽ രൂപത അധ്യക്ഷനോ സന്യാസ സമൂഹത്തിൻ്റെ പുറമേ നിന്നുള്ള ഒരാൾക്കോ ഇടപെടുന്നതിന് സാധ്യമല്ല. ഈ അടുത്ത കാലത്തുണ്ടായ പല വിവാദങ്ങളിലും അനാവശ്യമായ വാദഗതികൾ, മെത്രാന്റെയും വൈദികരുടെയും ഒക്കെ ഇടപെടലുകൾ, സ്വാധീനങ്ങളുമുണ്ട് എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാപനത്തിന്, അത് പോകട്ടെ, ഒരു കുടുംബത്തിൽ, അടുത്തുള്ള കുടുംബത്തിന് അവരുടെ കുടുംബത്തിൽ കയറി ഭരണമോ
തീരുമാനമോ എടുക്കാൻ കഴിയുമോ? ആവശ്യമെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ ചോദിക്കാമെന്ന് മാത്രം. സന്യാസ സമൂഹത്തിന്റെ ഭരണ ചുമതല കൂട്ടുത്തരവാദിത്വമുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതികളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ജനറൽ, പ്രൊവിൻഷ്യൽ, ലോക്കൽ കൗൺസിലുകൾ ഇതിനു വേണ്ടിയുണ്ട്. ജനറൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയറിനോടൊപ്പം 4-5 കൗൺസിലേഴ്സ് കൂടുന്ന ഒരു സമിതിയാണ് ഭരണത്തിന്റെ ചുമതല നിർവഹിച്ചു വരിക. ഇവർ അതാത് സമൂഹത്തിന്റെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നിയമാവലിക്ക് അനുസരിച്ച് മാത്രമേ ശുശ്രൂഷ നിർവഹിക്കുകയുള്ളൂ. ഭരണം എന്ന പദം പോലും അല്ല ഉപയോഗിക്കുക. സന്യാസത്തിൽ ശുശ്രൂഷ നേതൃത്വം എന്നാണ് പറഞ്ഞു വരുന്നത്. സന്യാസിനി സമൂഹങ്ങളിലേക്ക് പുതിയ അംഗങ്ങൾ എത്തുന്നത് മാതാപിതാക്കന്മാരുടെ നേർച്ചയാലാണ്, സ്വതന്ത്രമായ തീരുമാനത്താലല്ല, പലരുടെയും ആകർഷണങ്ങളാലാണ് എന്നതൊക്കെ പലപ്പോഴായി ഉയർന്നിട്ടുള്ള വാദങ്ങളാണ്. പൗരോഹിത്യത്തിലേക്കായാലും സന്യാസത്തിലേക്കായാലും ഏതൊരുവളും പ്രവേശിക്കുന്നത് ആകർഷണത്താൽ തന്നെയാണ്. എന്നാൽ ആ ആകർഷണം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അല്ല, മറിച്ച് മിശിഹായുടേതാണ്. അത് ദൈവവിശ്വാസമുള്ളവന് അവൻ്റെ ബോധ്യങ്ങളിൽ, അവളുടെ ബോധ്യങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു ഉറപ്പാണ്. ചിലപ്പോൾ അതിലേക്ക് വഴികാട്ടികളാകാൻ മനുഷ്യർ നിയുക്തരായെന്ന് വരാം. ആരുടെയെങ്കിലും നിർബന്ധത്താലോ പ്രേരണയാലോ ഒരു ജീവിതാന്തസ്സിലേക്കും, വിവാഹം, സന്യാസം, പൗരോഹിത്യം, ഏകസ്തം, ഒരു ജീവിതാന്തസ്സിലേക്കും സാധുവായി പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് സഭയുടെ നിയമം വ്യക്തമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സന്യാസ ഭവനങ്ങളിലേക്ക് പ്രവേശിച്ച ഉടനെയൊന്നും ആരും സന്യാസിനിയായി തീരുന്നുമില്ല. പരിശീലനത്തിന്റെ നീണ്ട വർഷങ്ങളിൽ ഈ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും ശൈലിയും നിയമങ്ങളുമെല്ലാം അവർ സ്വയം ബോധ്യപ്പെടുന്നു. വീണ്ടും വീണ്ടും ആലോചിക്കുന്നു. ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ പ്രായവും പ്രാപ്തിയുമായി എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് സന്യാസിനിയായി അവർ നിത്യവ്രതം വാഗ്ദാനം ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഇവിടെ ആരെയും സന്യാസിനിയോ സന്യാസിയോ പുരോഹിതനോ ആക്കി മാറ്റുന്നില്ല. മറിച്ച് ഓരോരുത്തരും മിശിഹായുമായുള്ള ബന്ധത്തിൽ സ്വയം ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റർ ആൻസി പോൾ SH, മാനന്തവാടി പ്രൊവിൻസ് അംഗം, പറയുന്നത് കേൾക്കുക. വളരെയധികം തെറ്റിദ്ധാരണ പടർത്തുന്ന ഒന്നാണ് സന്യാസ സമൂഹങ്ങളിലേക്ക് പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്ന കാര്യം. 15 വയസ്സാകുമ്പോൾ കുട്ടികളെ പിടിച്ചുകൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരെ നടതള്ളുന്നു എന്നിങ്ങനെയൊക്കെ അറിവില്ലായ്മ കൊണ്ടും പലരും ഈ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വാചാലമായി സംസാരിക്കുന്നുണ്ട്. ക്രൈസ്തവ സന്യാസം ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ചതല്ല. അതിന് നൂറ്റാണ്ടുകളുടെ വിശുദ്ധ പാരമ്പര്യമുണ്ട്. ഈ ലോകത്തിനപ്പുറത്ത് നിത്യമായൊരു സ്വർഗീയ ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവ സമൂഹം. ഓരോ വ്യക്തിക്കും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പ്രതീക്ഷകളുമുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ആതുര മേഖലയിൽ സേവനം ചെയ്യുന്നവരുമുണ്ടല്ലോ. അവിവാഹിതരായി കഴിയുന്ന ഭരണാധികാരികൾ ധാരാളമുണ്ട്. ജീവിതാന്തസ് നിശ്ചയിക്കുന്നത് ഒരുവന്റെ സ്വതന്ത്രമായ തീരുമാനമാണ്. തന്നെ സ്വാധീനിച്ച സാഹചര്യമോ മറ്റു വ്യക്തികളുടെ ജീവിതമോ പ്രചോദനമായേക്കാം. സുവിശേഷത്തിലെ ക്രിസ്തുവിന്റെ ജീവിത മാതൃകയാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരാൾ അയാളുടെ സ്വതന്ത്ര മനസ്സോടെ തെരഞ്ഞെടുക്കുന്ന വഴിയാണിത്. ഓടിച്ചിട്ട് പിടിച്ച് മടത്തിൽ ചേർക്കാനും ആവശ്യമില്ലാതെ തള്ളിവിടാനും പറ്റുന്ന ഒരു സ്ഥലവുമല്ല, ജീവിത രീതിയുമല്ല ഇത്. എല്ലാവർക്കും പറ്റുന്ന പണിയുമല്ല. മനുഷ്യന്റെ മാത്രം തെരഞ്ഞെടുപ്പല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ദൈവികമായ ഉൾപ്രേരണയും വിശുദ്ധമായ ഒരു ജീവിത നിയോഗവുമാണ് സന്യാസ സമർപ്പണ ജീവിതം. ഇതൊന്നും അറിയാത്തവരല്ല ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വളരെ പ്രാകൃതമായ ചിന്തകളോടെ സന്യാസ ജീവിതത്തെയും പരിശീലനത്തെയും ഒക്കെ കാണുന്നവരാണ് ഇന്ന് പൊതുസമൂഹത്തിലുള്ളത്. ഇതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പുറത്തറിയാൻ സാധിക്കാത്തതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും പൊട്ടിച്ചീറ്റി ഒരുതരം ഹിസ്റ്റീരിക്കായ വർത്തമാനങ്ങളാണ് ഇപ്പോൾ മഠങ്ങളെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സന്യാസ സമൂഹങ്ങളിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ദീർഘകാലമായി പരിശീലനം നൽകി വരുന്ന സിസ്റ്റർ നവ്യ റോസ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് വളരെ ശ്രദ്ധേയമാണ്. സിസ്റ്റർ അതിൻ്റെ ഭാഗമായി എഴുതുന്ന ഏതാനും വരികൾ ഇങ്ങനെയാണ്:
ദിവ്യയുടെ മരണം വ്യക്തിപരമായി എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, അതിലേറെ ചിന്തിപ്പിച്ചു. കാരണം കഴിഞ്ഞ 7 വർഷങ്ങളായി നിരവധി സന്യാസ അർത്ഥിനികൾക്ക് ഫോർമേഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇതിനോടകം 100-ലധികം അർത്ഥിനികൾ ഈ പരിശീലന വഴിയിലൂടെ കടന്നുപോയി. സന്യാസ ജീവിതം ആവശ്യപ്പെടുന്ന ജീവിതശൈലിയോട് പൊരുത്തപ്പെടാൻ കഴിയാത്തവർ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നതും സാധിക്കുന്നവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു മുന്നേറുന്നതും ഞങ്ങൾക്ക് സുപരിചിതമാണ്. കാരണം ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് ഓരോ പരിശീലന ഘട്ടത്തിലും കൂടുതൽ ഊന്നൽ കൊടുത്താണ് ഇവരെ മുൻപോട്ട് നയിക്കുന്നത്. പൂർണ്ണമായ അറിവോടും സ്വതന്ത്രമായ തീരുമാനത്തോടെയും വ്രതം ചെയ്യാൻ ഇവരെ ഒരുക്കുന്ന ഞങ്ങൾക്കും അനുയോജ്യരല്ല എന്ന് തോന്നുന്ന വ്യക്തികളെ ചിലപ്പോൾ തിരികെ വിടേണ്ടതായും വരാറുണ്ട്. ഒരമ്മ തൻ്റെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വത്തിൻ്റെ കൂട് ഇവർക്ക് നൽകാൻ ഞങ്ങൾക്ക് ഇന്നുവരെ കഴിയുന്നു എന്നത് അവരുടെ മാതാപിതാക്കൾ കണ്ടറിയുന്ന സത്യമാണ്. സന്യാസിനി അർത്ഥിനികളുടെ പരിശീലനത്തെക്കുറിച്ച് സിസ്റ്റർ ആൻസി പോളിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഓരോ ജീവിതവും പരിശീലിക്കപ്പെട്ട് തന്നെ വളരുന്നത്. ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്ന്, പിന്നീട് അധ്യാപകരാൽ, ജോലി പ്രവേശനത്തിലുള്ള പരിശീലനം എന്നിങ്ങനെ പരിശീലിക്കപ്പെടാതെ ആരാണ് ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്? കുടുംബ സാഹചര്യത്തിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായ ഒരു ജീവിതാന്തസ്സിലേക്ക് വരുന്നവരിൽ ആ ജീവിതാന്തസ്സിന് യോജിച്ച വ്യക്തി വൈശിഷ്ട്യവും ജീവിതശൈലിയും ജീവിത മനോഭാവങ്ങളും ഒക്കെ രൂപീകരിക്കപ്പെടണം. അതിന് യോജിച്ച പരിശീലന രീതികൾ, സിലബസ്, പ്രായോഗിക പരിജ്ഞാനം എല്ലാം സന്യാസ സമൂഹങ്ങളിലുണ്ട്. 1-2 വർഷമല്ല, ഒരു സന്യാസിനി നിത്യവ്രതം ചെയ്യുമ്പോഴേക്കും ചുരുങ്ങിയത് 13 വർഷത്തെ പഠനവും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കാലയളവിൽ അവർക്ക് ജീവിതം തുടരാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ തിരികെ പോവുകയും ചെയ്യാം. ഇതൊക്കെ ആരംഭം മുതൽ ബോധ്യപ്പെട്ട് തന്നെയാണ് ഒരു അർത്ഥിനി സമർപ്പിത സന്യാസ സമൂഹത്തിൽ തുടരുന്നതും. അവരുടെ മാതാപിതാക്കൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. പൊതുസമൂഹത്തിൽ എത്രയോ പേർ തങ്ങളുടെ ഫീൽഡ് മാറുന്നു, ജോലി രാജിവെച്ച് മറ്റ് സാധ്യതകൾ ആരായുന്നു, സ്ഥാപനത്തിൻ്റെ അച്ചടക്കം ലംഘിക്കപ്പെട്ടതിൻ്റെ പേരിൽ നടപടികൾ നേരിടുന്നു, അത് സ്വീകരിക്കുന്നു. ഇതൊക്കെ സാധാരണമല്ലേ? കുടുംബത്തിനുള്ളിൽ തന്നെ നൈയാമികമായ നടപടികൾ സംഭവിക്കാറില്ലേ? അപാകതകളും അപൂർണതകളും ഇല്ലാത്ത പുണ്യജീവിതങ്ങളാണ് പൗരോഹിത്യത്തിലും സന്യാസത്തിലും ഉള്ളത് എന്ന് ആരും കരുതരുത്. തീർച്ചയായും പുണ്യജീവിതങ്ങൾക്ക് മാതൃക നൽകിക്കൊണ്ട് അതിനായി നിരന്തര പരിശ്രമങ്ങളിൽ ഏർപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണവർ. പക്ഷേ ആനുപാതികമല്ലാത്ത അളവുകോലുകൾ കൊണ്ട് അവരുടെ ജീവിത വിശുദ്ധിയെ അളക്കാൻ മുതിരരുത്. ആത്യന്തികമായി ദൈവസന്നിധിയിലാണ് ഈ വിഷയങ്ങളിൽ ഓരോ മനുഷ്യനും ഉത്തരം നൽകേണ്ടത്. പക്ഷേ പൗരോഹിത്യവും സന്യാസവും അന്യായമായും അനാവശ്യമായും ഇവിടെ തന്നെ വിധിക്കപ്പെടുകയും യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ വിലയിരുത്തപ്പെടുകയും ചെയ്യുകയാണ്. സമകാലിക ലോകത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും പോലെ സന്യാസ പൗരോഹിത്യ ജീവിതങ്ങളിലുള്ളവരും കുറവുകൾ നിറഞ്ഞവരാണ്. അവരുടെ ജീവിതാന്തസ് ദൈവസന്നിധിയിൽ അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിതാന്തമായ പരിശ്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറിച്ച് വിശുദ്ധിയിലുള്ള പൂർണ്ണതയെ അല്ല. ദൈവജനത്തോടൊപ്പം അവരും വിശുദ്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. തെറ്റിയും തിരുത്തിയും തന്നെയാണ് അവരും മുൻപോട്ട് പോകുന്നത്. കുറവുകളുള്ള ഈ മനുഷ്യരിൽ നിന്നും അവർക്ക് കഴിയുന്നതിലും അധികമായ പുണ്യം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മാത്രവുമല്ല, അവരർഹിക്കുന്നതിലും കൂടുതൽ മഹത്വവും സ്ഥാനവും അവർക്ക് നൽകേണ്ടതുമില്ല. ദൈവജനം ഒരു ശരീരമാണെന്നും പൗരോഹിത്യം മിശിഹായുടേതാണെന്നും പരികർമ്മത്തിൽ സത്താപരമായ വ്യത്യാസമുണ്ടെങ്കിലും ആത്മായരും വൈദികരും പങ്കുപറ്റുന്നത് ഈ ഒരേ പൗരോഹിത്യത്തിൽ തന്നെയാണ് എന്നും ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ വൈദിക സന്യസ്ത ജീവിതങ്ങളിലെ മാനുഷികമായ പരിമിതികളെയും പരാജയങ്ങളെയും അംഗീകരിക്കാൻ വിശ്വാസികളെങ്കിലും പ്രാപ്തരാകൂ എന്ന് മറക്കരുത്. വൈദികരിലും സന്യസ്തരിലും മാനുഷികമായ എല്ലാ ബലഹീനതകളുമുണ്ട്. അസൂയയും അഹങ്കാരവുമുണ്ട്. കോപവും സ്വാർത്ഥതയുമുണ്ട്. ലൈംഗികമായ വികാര വിചാരങ്ങളും അവർക്കുണ്ട്. അതോടൊപ്പം ഒരുപക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത സങ്കടങ്ങളുമുണ്ട്. ആരാണ് പുണ്യത്തിൻ്റെ മേലങ്കി ധരിപ്പിച്ച് വിശുദ്ധിയുടെ രൂപക്കൂട്ടിൽ അവരെ കയറ്റിയിരുത്തിയത്? അവരെ സാധാരണക്കാരോടൊപ്പം കാണാൻ പഠിക്കൂ. സാധാരണ മനുഷ്യന്റെ ദൗർബല്യങ്ങളിൽ ഉഴറിപ്പോകുമ്പോഴും
ഈ ലോകത്തിൽ മിശിഹായുടെ രാജ്യത്തിനും സുവിശേഷത്തിനും വേണ്ടി നിലകൊള്ളണമെന്ന അവരുടെ താല്പര്യത്തെ മാത്രം ആദരിക്കൂ. സന്യാസ ജീവിതത്തിലേക്ക് പരിശീലനം നേടിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ മരണം സഭയെ മുഴുവനായും ദുഃഖത്തിലാഴ്ത്തി. ആ ദുഃഖത്തെ ആഴപ്പെടുത്തുന്നതായിരുന്നു സഭാവിരോധികളുടെ അതിക്രൂരമായ സൈബർ ആക്രമണം. നുണകൾക്കുമേൽ നുണകളും അസഭ്യവർഷവുമായിരുന്നു പലരുടെയും ആയുധം. ഇറ്റലിയിൽ ഉപരിപഠനം നടത്തുന്ന സിസ്റ്റർ സോണിയ മധുരപ്പിള്ളിയുടെ വാക്കുകൾ കടമെടുക്കുകയാണ്. ആദ്യം നിങ്ങൾ ഞങ്ങളെ അമ്മമാരെന്ന് വിളിച്ചു, പിന്നീട് ഞങ്ങൾ പഠിപ്പിച്ച ഇംഗ്ലീഷിന്റെ പരിഷ്കാരമായപ്പോൾ പെങ്ങന്മാരെന്നും, ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ വിളിക്കുന്നു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ത് എന്ന് അവരറിയുന്നില്ല എന്ന ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന തന്നെ ഇന്ന് ഞങ്ങളും ആവർത്തിക്കുന്നു. ആരംഭത്തിൽ സൂചിപ്പിച്ച ജാമ്യഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമ എഴുതുന്ന വരികളും ഇങ്ങനെ തന്നെയാണ്. ഈ 2 വാചകങ്ങൾ പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്താണ് എന്ന് അവർ അറിയുന്നില്ല. സർപ്പത്തിൻ്റെ വിഷത്തോടെ സഭാഗാത്രത്തെ ആഞ്ഞുകുത്തുന്ന എല്ലാവരെയും നോക്കി സത്യാന്വേഷിയും ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ത് എന്ന് അവരറിയുന്നില്ല. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളും സത്യം അന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം.